നമ്മുടെയൊക്കെ വീടുകളുടെ മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിലോ കിടക്കുന്ന ഒരു ചെറിയ മുട്ടത്തോടോ ചിരട്ടയോ പ്ലാസ്റ്റിക് കഷ്ണങ്ങളോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെറും ഒരു തുള്ളി വെള്ളം മതി നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ജീവൻ അപകടത്തിലാക്കാൻ. കേരളത്തിൽ ഇപ്പോൾ ഡെങ്കിപ്പനിയും മറ്റു കൊതുകുജന്യ രോഗങ്ങളും അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ചെറിയ ഇടങ്ങളാണ് ഈ മാരക രോഗങ്ങൾ പരത്തുന്ന കൊതുകുകൾ വളരുന്നതെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ശാസ്ത്രീയമായി നോക്കിയാൽ ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് ഈജിപ്റ്റി, ഈഡിസ് ആൽബോപിക്ടസ് എന്നീ കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുകാൻ വളരെ കുറഞ്ഞ അളവിലുള്ള ശുദ്ധജലം മാത്രം മതിയാകും. മലയോര മേഖലകളിലെ റബ്ബർ തോട്ടങ്ങളിൽ അവശേഷിക്കുന്ന ചിരട്ടകൾ, കവുങ്ങിൻ തോട്ടങ്ങളിൽ വീഴുന്ന പാളകൾ, വീടുകളിലെ ഇൻഡോർ ചെടികളുടെ ചട്ടികൾക്ക് താഴെയുള്ള ട്രേകൾ, ഫ്രിഡ്ജിന്റെ ബാക്ക് ട്രേ എന്നിവയൊക്കെ ഈഡിസ് കൊതുകുകളുടെ പ്രധാന പ്രജനന കേന്ദ്രങ്ങളാണ്. ഇതിനു പുറമെ മലമ്പനി പരത്തുന്ന അനോഫിലസ് കൊതുകുകൾ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിലും കിണറുകളിലും വളരുമ്പോൾ വെസ്റ്റ് നൈൽ പനിയും ജപ്പാൻ ജ്വരവും പരത്തുന്ന ക്യൂലക്സ് കൊതുകുകൾ മലിനജലത്തിലും ഓടകളിലുമാണ് മുട്ടയിടുന്നത്. ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് നമ്മുടെ വീട്ടു പരിസരം ഒരു കൊതുക് ഉൽപാദന ഫാക്ടറിയായി മാറുകയാണ് ചെയ്യുന്നത്. ഈ കൊതുകുകൾ ശരീരത്തിൽ കടത്തിവിടുന്ന വൈറസുകളും രോഗാണുക്കളും നമ്മുടെ ആന്തരിക അവയവങ്ങളെയും രോഗപ്രതിരോധ ശേഷിയെയും വളരെ ദോഷകരമായി ബാധിക്കും. ഡെങ്കിപ്പനി ബാധിക്കുമ്പോൾ ശരീരത്തിലെ രക്തപ്ലാസ്മ കുറയുകയും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുത്തനെ താഴോട്ടു പോവുകയും ചെയ്യുന്നു. ഇത് ആന്തരിക രക്തസ്രാവത്തിനും അവയവങ്ങളുടെ പ്രവർത്തന രഹിതമാക്കലിനും കാരണമായേക്കാം. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കഠിനമായ പനിയും ശരീരവേദനയും ക്ഷീണവും നിങ്ങളുടെ ദൈനംദിന ഊർജത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും. ചില സാഹചര്യങ്ങളിൽ ഇത് മരണത്തിന് വരെ കാരണമാകാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വശം. ഇതിനുള്ള പരിഹാരം തികച്ചും സൗജന്യവും ലളിതവുമായ നമ്മുടെ ചില ദൈനംദിന ശീലങ്ങളാണ്. കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം. വീട്ടുപരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ചിരട്ടകൾ, കപ്പുകൾ, ടയറുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ അലക്ഷ്യമായി വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ മാറ്റി സൂക്ഷിക്കുകയോ ചെയ്യണം. വീട്ടിൽ വെള്ളം സംഭരിക്കുന്ന ടാങ്കുകളും പാത്രങ്ങളും ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും കഴുകി വൃത്തിയാക്കണം. ടെറസിലും സൺഷെയ്ഡിലും വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇതിനായി എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഡ്രൈ ഡേ ആയി ആചരിച്ച് ഉറവിട നശീകരണം നടത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അധികൃതരെ മാത്രം ആശ്രയിക്കാതെ വ്യക്തിപരമായ ഉത്തരവാദിത്വമായി ഇത് ഏറ്റെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി ഇന്ന് തന്നെ പ്രവർത്തിക്കാൻ ആരംഭിക്കുക. ഒരു ചെറിയ അശ്രദ്ധ വലിയൊരു ദുരന്തത്തിന് കാരണമാകാതിരിക്കാൻ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഉടൻ തന്നെ ഷെയർ ചെയ്യുക.